മസ്താനി മസ്താനി മസ്താനി. ഹായ് ഷിട്ടുമണീസ്. അപ്പൊ ഇന്ന് എനിക്ക് ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണ്. മസ്താനി 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 മസ്താനി. ഷൈൻ ചേട്ടൻ മാത്രമല്ല, നമ്മുടെ സ്വന്തം തമ്പി മയിൽവാഹനം കൂടി ഉണ്ടായിരുന്നു, ജോൺ വിജയ്. സത്യം പറഞ്ഞാൽ ജോൺ വിജയ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ആളെങ്ങനെ ആയിരിക്കും, കമ്പനി ആയിരിക്കുമോ? ഷൈൻ ചേട്ടൻ പിന്നെ നമ്മുടെ സ്വന്തം ആളാണല്ലോ. പക്ഷെ ജോൺ വിജയ് എൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർവ്യൂ കണ്ട ആളുകൾക്കറിയാം, രണ്ടുപേരും എൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളങ്ങ് അഴിഞ്ഞാടി ഇന്റർവ്യൂ ആയിരുന്നു, അടിനാശം വെള്ളപ്പൊക്കത്തിൻ്റെത്. ആൻഡ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഷൈൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇൻ്റർവ്യൂ. ഇതിൻ്റെ ഡയറക്ടറാണ്, അടികപ്പിയാരെ കൂട്ടമണി, ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ ഇവർ 3 പേരുമായിട്ട് ഭയങ്കര ജോളിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്കും പേഴ്സണലി ഭയങ്കര ഹാപ്പിയായി. കാരണമൊന്നുമില്ല, ഹാപ്പി, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് ഇതുപോലുള്ളൊരു ഫുഡ് അതെനിക്ക് നിർബന്ധം. പിന്നെ നേരെ ക്രൗൺ പ്ലാസയിലേക്ക് എൻ്റെ അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ക്രൗൺ പ്ലാസ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് എൻ്റെ തറവാട് പോലെയാണ്. കാരണം ഇവിടെ എത്ര വട്ടം വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അറിയില്ല. ആൻഡ് എൻ്റെ ഉച്ചക്കത്തെ ഇൻ്റർവ്യൂ റേച്ചൽ എന്ന് പറയുന്ന മൂവിയുടേതായിരുന്നു. ഹണി ചേച്ചി ഇല്ലായിരുന്നു, പക്ഷേ ഹണി ചേച്ചിൻ്റെ കൂടെ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം, വെറൈറ്റി മീറ്റർ പേജിലുണ്ട്. ക്രൗൺ പ്ലാസയിൽ ചെന്നാൽ എപ്പോഴും ഇങ്ങനൊരു മിററിൽ നോക്കിയുള്ള കോപ്രായം അത് നിർബന്ധം. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ടയേർഡായി. സ്റ്റുഡിയോ ചെന്ന് കുറച്ച് സമയം ഉറങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചതാണ്. കാരണം ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതിനുശേഷം ഞാൻ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് ഓർഡർ ചെയ്തു. ഷേക്കാണ്. അങ്ങനെ ഞാൻ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ഗായ്സ്.